എന്നാലും എന്തായിരിക്കും അവൻ വിളിച്ചത്? ഇനി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രപ്പോസ് ചെയ്യാനെങ്ങാനും? ഏയ്, ഇനി അത് തന്നെ ആണോ? സേറ, യെസ് ഓർ നോ? ഏ യെസ് 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 യെസ്. ഞാൻ അല്ല, നീ ഇത്രയും പെട്ടെന്ന് ചോദിക്കൂന്ന് വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചത് ഞാൻ തന്നെ ആദ്യം ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടി വരുന്ന. ഓ, അത് പിന്നെ എനിക്ക് ചെറിയ ചമ്മലുണ്ടായിരുന്നു. നിന്നോടിങ്ങനെയൊക്കെ ആദ്യം ഇട്ടല്ലേ. എന്നാ പിന്നെ ടൈം കളയണ്ട, ഇട്ടോളൂ. പിന്നെ കയ്യില് വേണ്ടട്ടോ, ജിപേ മതി. എന്ത്? 500 അടവിട്ട് വേണ്ട, ഫ്രീ ആയിട്ട് മതി. അത്ര അത്യാവശ്യമായോണ്ടാ. ഇതായിരുന്ന പുല്ല്, വെറുതെ പ്രതീക്ഷിച്ച്. ഇനി 500 ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കുമോ എന്തോ. എടി, ഞാനെന്നാ പോകുവാണേ, നാളെ കാണാം. നീ ഇട്ടേക്കൂലേ? ആടാ, ബൈ. എടി, എന്തായി? കൊച്ചു കള്ളി ഗോളടിച്ചല്ലേ, ചെലവുണ്ട്. കിണ്ടി മനുഷ്യന്റെ 500 പോയി. അവൻ കടം ചോദിക്കാൻ വിളിച്ചതാ. അയ്യേ, അതെ, ഒന്നും തോന്നരുത്. എനിക്ക് തോന്നണത് ആ പോയ മുതലിന്റെ കാര്യത്തിൽ മോള് കൊറേ പാടുപെടേണ്ടി വരും. എല്ലാം നിന്റെ വിധി. പിന്നെ ഒന്നുകൂടെ റീതിങ്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സമയം ഇനി വൈകിട്ടില്ല. പോടി ഒന്ന്, ഇനി റീതിങ്ക് ചെയ്യാനൊന്നും പറ്റൂല. കാര്യം എനിക്കും അറിയാം അവൻ പൊട്ടനാണെന്ന്. പക്ഷേ എനിക്ക് ആ ഐറ്റത്തിനെ മതി. നീ ഇതെവിടെയായിരുന്നു? എന്താ ഇത്ര ലേറ്റ് ആയ? ഒന്നും പറയണ്ട മോളെ, എഴുന്നേറ്റപ്പോ ചെറുതായിട്ടൊന്ന് വൈകിപ്പോയി. പിന്നെ അമ്മയുടെ വായിലിരിക്കണത് മൊത്തം കേട്ട് വീട്ടിൽ കിടന്ന് കരഞ്ഞും മെഴുകി കാല് പിടിച്ച് അവസാനം ചേട്ടൻ കൊണ്ടുവന്നാക്കി തന്നു. നീ ഇതുവരെ ചേട്ടനെ പരിചയപ്പെട്ടിട്ടില്ലല്ലോ. പരിചയപ്പെടേണ്ട മുതൽ തന്നെ. സാരില്ല, ഉടനെ പരിചയപ്പെട്ടോളൂ. ഇവിടെ ഇങ്ങനെ നിന്നാ മതിയാ? നമുക്ക് ഏട്ടായിനെ കാണണ്ടേ? എടി, ഞാൻ എത്രയൊക്കെ ക്ലൂ കൊടുത്തിട്ടും അവനൊന്നും മനസ്സിലാവണില്ലല്ലോ. ഇതിങ്ങനെ വിട്ടാ പറ്റൂല. ഞാൻ രണ്ടും കൽപ്പിച്ച് പോയി പറയാൻ പോണേ. ശരിക്കും? യെസ്, ഐ ആം ഗോണ ഡു ഇറ്റ്. എന്നാ ഓൾ ദ ബെസ്റ്റ്. ലവി, നീ ബിസി ആണോ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നീ ബിസി ആണെങ്കിൽ വേണ്ട, ഞാൻ പിന്നെ പറയാം. ആടി, കുറച്ച് ബിസിയാ. നീ എന്നാ പോയിട്ട് പിന്നെ വാ. ഓ, ഞാൻ ബിസി അല്ല, നീ പറഞ്ഞു എന്നൊന്നും പറയരുത്. എടുത്ത വായിക്ക്, ഞാൻ ബിസിയാ, നീ പോയിട്ട് പിന്നെ വാ പോലും. പനപ്പട്ടി ഡാ, അത് പിന്നെ കളിക്ക, കുറച്ച് അർജന്റാ. എടാ എടാ എനിക്കിതെങ്ങനെ പറയണോന്നറിഞ്ഞൂടാ. ആക്ച്വലി പറയാനല്ല, ചോദിക്കാനുള്ളത്. കർത്താവേ, ഇവളിനി 500 തിരിച്ചു ചോദിക്കാനാണോ വന്നത്? പറയാനല്ല, ചോദിക്കാനാണുള്ളത്. അപ്പൊ അത് തന്നെ. ആ, ഇപ്പഴാ ഓർത്ത. എൻ്റെ ബോട്ടണി ടെസ്റ്റ് ആൽവിൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓടിപ്പോയതൊന്ന് കൊടുത്തിട്ട് വരാവേ. നമുക്കതിന് ബോട്ടണി ഇല്ലല്ലോ. ഇല്ലല്ലേ? ഐ മീൻ മാത്സ്. എന്നാ ഞാനൊരു സത്യം പറയട്ടെ, എനിക്കൊന്ന് അർജന്റായിട്ട് ടോയ്ലറ്റിൽ പോകണം. ഞാനിപ്പോൾ വരാവേ. പിന്നീട് ഞാൻ എന്തെങ്കിലും സംസാരിക്കാൻ ചെന്ന അവനൊപ്പം മുങ്ങും. എത്ര ആലോചിച്ചിട്ട് ഇവൻ എന്തിനാ ഇങ്ങനെ ഒഴിഞ്ഞു മാറണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഇടക്കിടക്ക് എന്നോട് 500 ചോദിക്കണുണ്ട്. ഞാൻ പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാകുമെന്ന് കരുതി അങ്ങ് കൊടുക്കും. ഇതെല്ലാം കൂടി കണ്ടിട്ട് ജിയോ പറഞ്ഞത് അവൻ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തി കാര്യം പറയാനാ. എനിക്കിഷ്ടമാണെന്ന് തുറന്നു പറയണമെന്നുണ്ട്. പക്ഷേ ഇനിയെങ്ങാനും അവൻ റിജക്റ്റ് ചെയ്താൽ ഇപ്പോഴുള്ള കമ്പനി കൂടി പോകൂലേ? മേ ബി അതുകൊണ്ടായിരിക്കും അവൻ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യണത്. ഇതെല്ലാം പോട്ടെ, ഇനിയെങ്ങാനും അവൻ എന്നെ ഒരു പെങ്ങളായിട്ടാണ് കാണണമെന്നെങ്ങാനും പറഞ്ഞ ഞാൻ ഇത്രയും നാൾ കണ്ട എൻ്റെ സ്വപ്നം, നോ, ഐ കാണ്ട്. എന്നാൽ ഇവൻ ഈ 500 ഇടക്കിടക്ക് വാങ്ങിക്കണം എന്തിനായിരിക്കും? ലൈഫ് ഇങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ജിയോ എന്നോട് ആ കാര്യം പറഞ്ഞത്. സേറ, നീങ്ങ വന്നേ, ഒരു അർജന്റ് കാര്യം പറയാനുണ്ട്. നിക്കടി, ഞാൻ ഈ ബുക്കൊന്ന് വായിച്ചു തീർത്തോട്ടെ. നീ അവിടെ ബുക്കും വായിച്ചോണ്ടിരുന്നു, എല്ലാം കൈവിട്ടു പോണ മട്ട. നീ വന്നേ, അതൊക്കെ പിന്നെ വായിക്കാം. ജീവിത പ്രശ്നമാണ് മോളെ.
എടി, ഞാൻ ഇന്നലെ വൈകിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുമായിരുന്നു. അപ്പം പെട്ടെന്ന് ചേട്ടൻ പറഞ്ഞ് മന്തി കഴിക്കാൻ പോകാമെന്ന്. മന്തി ആയതുകൊണ്ട് പിന്നെ ഞാൻ കേട്ടപാടി ഉടുത്തൊരുങ്ങിപ്പോയി. എന്നും പോണ ഷോപ്പിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞ് ഒരു വെറൈറ്റിക്ക് വേറെ ഷോപ്പിൽ പോകാമെന്ന്. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. എടി, ലെവി ഏതൊരു പെങ്കൊച്ചിൻ്റെ കൂടെ ഇരുന്ന് മന്തി കഴിക്കണം. അയ്യേ, ഇതാണ് നിന്റെ ജീവിത പ്രശ്നം. അതവൻ്റെ സിസ്റ്ററാ, കസിനാ, അല്ലെങ്കിൽ വല്ല ഫ്രണ്ടും ആയിരിക്കും. അതിനവൻ ഒറ്റ മോനല്ലേ, പിന്നെ അവൻ എവിടെന്നാ സിസ്റ്റർ? ഓക്കെ, സിസ്റ്റർ അല്ലായിരിക്കും, കസിനോ ഫ്രണ്ടോ ആവാലോ. എടി, ഇതങ്ങനല്ല. മന്തി വിളമ്പിക്കൊടുക്കണ, മയോണൈസ് ഒഴിച്ചു കൊടുക്കണ, പെപ്സി എടുത്തു കൊടുക്കണ, എല്ലാം പോട്ടെ. മന്തി ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കണ ഷാറൂഖ് ഖാൻ ആണേലും നമ്മുടെ ഫോക്കസ് മൊത്തം മന്തിയിലായിരിക്കൂലേ. പക്ഷെ ഇവൻ്റെ പകുതി ഫോക്കസ് അവക്കട മോന്തയിലായിരുന്നു. ഓക്കെ, കൂൾ. ചുമ്മാ അവനെ തെറ്റിദ്ധരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ചുമ്മാ എൻ്റെ ഫോക്കസ് അവളുടെ പ്ലേറ്റിലേക്ക് ഒന്ന് കൊടുത്ത്. അപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. സെറ, അത് കണ്ടതും എൻ്റെ കൈയും കാലും ഒക്കെ ആകെ തളർന്നു പോണ പോലെ തോന്നി. എൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ നീ എങ്ങാനും ആയിരുന്നേ. ഗോഡ്, ഐ കാൺട്ട് ഈവൻ ഇമാജിൻ. നമുക്കിത് വേണ്ട സെറ, നമുക്കിതെല്ലാം ഇവിടെ വെച്ച് നിർത്താം. എടി, നീ ചുമ്മാ ആളെ ടെൻഷൻ എടുപ്പിക്കാണ്ട് കാര്യം പറ. ഞാനിതെങ്ങനെ നിന്നോട് പറയും? വെയിറ്റ്, ഞാനൊരു ഡീപ്പ് ബ്രീത്ത് എടുക്കട്ടെ. ഓക്കെ സെറ, ഞാനിപ്പോൾ പറയാൻ പോണ കാര്യം നീ ശ്രദ്ധിച്ച് കേൾക്കണം. ആൻഡ് യു ഷുഡ് അക്സെപ്റ്റ് ദ റിയാലിറ്റി. എടി സെറ, അവൻ അവൾക്ക് ചെസ്റ്റ് പീസ് കൊടുത്തടി. ഇതേ ഒരെണ്ണം വെച്ചങ്ങ് തന്നാലുണ്ടല്ലോ, വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. എടി, നീ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? എടി, ചെസ്റ്റ് പീസ്, എടി ചെസ്റ്റ് പീസ് ഉണ്ട. ഇതിന് ലാഗ് അടുപ്പിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഇന്ന് തന്നെ പോയിട്ട് അവനോടെല്ലാം പറയാൻ പോണേ. സേറ, അത് വേണോ? നമുക്കവൻ വേണ്ടടാ. നമുക്ക് വേറെ നല്ല ചെക്കനെ നോക്കാം. എനിക്കുറപ്പാ അവൾക്ക് മന്തി കോരി കൊടുക്കാനാ അവൻ എന്നും നിന്റെ കയ്യിൽ നീ 500 വാങ്ങിച്ചോണ്ട് പോണത്. സേറ, ഞാൻ പറയണതൊന്ന് കേക്ക്. സേറ, സേറ. ലെവി, എടി, ഒരു അത്യാവശ്യം ആയതുകൊണ്ടാണ് ഞാൻ നിന്നോട് 500 വാങ്ങിച്ചോണ്ടിരുന്നത്. ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ചു തരാം. ഒരാഴ്ച എനിക്ക് സമയം തരണം. ആരോടേലും കടം വാങ്ങിച്ചിട്ടാണേലും ഞാൻ നിന്റെ കാശ് തിരിച്ചു തരും. ഞാനാണ് സത്യം. ഞാൻ അത് ചോദിക്കാനല്ല വന്നത്. എടാ, നീ എൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴും ഈ 500 വാങ്ങിക്കണത് എന്തിനാ? എന്തെങ്കിലും അത്യാവശ്യത്തിനാണോ? അത് പിന്നെ നീ ആരോടും പറയരുത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾക്ക് വേണ്ടിയാ ഞാൻ ഈ കാശൊക്കെ വാങ്ങണത്.